വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 നമ്മുടെ കയ്യിൽ തിരിച്ചു വന്നു. അവൾ തിരിച്ച് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ സപ്ലിമെൻറ്റ്സിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വേണ്ട ഒരു ഫുൾ ബോക്സ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാം. ഒരു ഫുൾ ബോക്സ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഞാൻ മേടിച്ചെന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഒന്ന് പ്രീ വർക്കൗട്ടാണ്. ഇതെല്ലാം ആക്ച്വലി എനിക്ക് പ്രിഫറബിളി അതായത് സെപ്പറേറ്റ് സാധനങ്ങൾ ഇപ്പം ഇതിനെ നമ്മൾ നോക്കുമ്പോൾ എൽ കാർണിറ്റിന് അല്ലെങ്കിൽ എൽ അർജിനിന് ഇങ്ങനത്തെ സാധനങ്ങൾ സെപ്പറേറ്റ് മേടിച്ച് മിക്സ് ചെയ്യുന്നതിനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കിട്ടുകയുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഫുള്ള് പ്രീ വർക്കൗട്ടായിട്ട് ഇങ്ങനെ മേടിച്ചു. പിന്നെ ഇത് അയണിന് വേണ്ടി അയൺ ഗമ്മീസായിട്ട് മേടിച്ചു. പിന്നെ ഇതെൻ്റെ മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. എനിക്ക് കാൽഷ്യം അത് രണ്ടും ഒരുമിച്ചുള്ളത് ഉണ്ടായിരുന്നു, പക്ഷേ കാൽഷ്യം അത് തീർന്നു തോന്നുന്നു രണ്ടും ഒരുമിച്ചുള്ളത്. അതുകൊണ്ട് മഗ്നീഷ്യം മാത്രമായിട്ട് മേടിച്ചു. പിന്നെയുള്ളത് ഇത് ഇലക്ട്രോലൈറ്റാണ്. അപ്പം ഇലക്ട്രോലൈറ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹൈഡ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറാകാൻ വേണ്ടി. പിന്നെ ഈ ഒരു പോയിൻറ്റിൽ എനർജി ബാലൻസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് EAAS. ആക്ച്വലി ഇത്രയും ഹൈ പ്രോട്ടീൻ പോകുമ്പോൾ EAASൻ്റെ ആവശ്യമില്ല. എങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് നമ്മൾ പ്രോട്ടീൻ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് EAA ഇങ്ങനെ ഫില്ലാകുന്നത്. അപ്പോൾ എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും ബോഡി എത്തിയെന്ന് നമുക്കൊരു കൺഫർമേഷന് വേണ്ടി ഈ ഒരു പോയിൻ്റ് വേണ്ടി എടുക്കുന്നത് മാത്രം. പിന്നെ ഇത് പ്രീ വർക്കൗട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളൊരു സാധനമാണ് L-ടൈറോസിൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഗ്ലൂട്ടമിൻ തീർന്നായിരുന്നു, അപ്പോൾ ഗ്ലൂട്ടമിൻ മേടിച്ചു. ഗ്ലൂട്ടമിൻ റിക്കവറിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഒരു പോയിൻ്റിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അധികം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുറവാണ് വരുന്നത് കമ്പാരിറ്റീവ്ലി. അപ്പം ഒത്തിരി ഫൈബറൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ ബാക്കി ഫുഡ് നമ്മൾ പ്രയോറിറ്റൈസ് കൊടുത്തേക്കുന്ന ടൈമാണ്. പിന്നെ ഡൈജഷന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഗ്ലൂട്ടമിൻ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡയറ്റിലെ കുറച്ച് ചെറിയ ചേഞ്ചസുകൾ എന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസിലും കാണുന്നതിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡയറ്റൊക്കെ എങ്ങനെയായിരുന്നെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ മെയിൻ ചേഞ്ച് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ പോസ്റ്റ് വർക്കൗട്ട് ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബനാനാസ് അല്ലെങ്കിൽ മാംഗോസ്, ഫ്രോസൺ മാംഗോസ് ഇതായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, ബനാനാസ് അല്ലെങ്കിൽ ഫ്രോസൺ മാംഗോസ് ഇതായിരുന്നു എൻ്റെ മെയിൻ കാർബ് സോഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് കാർബ് സോഴ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൽ നിന്നൊന്നും ഉണ്ടായിരിക്കത്തില്ല. എല്ലാം പൊട്ടറ്റോസ്, സ്വീറ്റ് പൊട്ടറ്റോസ്, പിന്നെ ബസ്മതി റൈസ് അല്ലെങ്കിൽ നമ്മുടെ റൈസ് കേക്ക്സ്, ഇങ്ങനത്തെ സാധനങ്ങളെ കാണുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് കോമ്പറ്റീഷൻ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതലും ഫ്രാങ്ക്സൈൻ്റെ മെത്തേഡ്സാണ് ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ മെത്തേഡ്സ് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടി കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫിസിക്ക് എന്നുള്ള രീതിയിൽ ബോഡി വർക്കാകുന്ന ഒരു രീതി എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കോമ്പറ്റീഷനിൽ വർക്കായില്ലെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം അടുത്ത പ്രാവശ്യം. അപ്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പം വാട്ടർ റിട്ടൻഷൻ്റെ ആ ഒരു ലെവൽ കുറയും. അതുപോലെ ക്രിയാറ്റിൻ ഒരു 3 ഡേയ്സ് മുന്നേ, കോമ്പറ്റീഷൻ 3 ഡേയ്സ് മുന്നേ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഗ്ലൂട്ടമിൻ കോമ്പറ്റീഷൻ അന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് കാർബോ ടെക്നിക്സും അങ്ങനത്തെ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓർഗൻ മീറ്റ്സ് ആണ്. ഈ ലാസ്റ്റ് 2 വീക്സിൽ നമ്മൾ ഓർഗൻ മീറ്റ്സും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പ്രോട്ടീൻ ട്രാക്ക് ചെയ്ത് പോകും. പക്ഷേ എനിക്ക് ഫിക്സഡ് ഡയറ്റ് ആയിരിക്കത്തില്ല. അതായത് ഞാൻ ഇത്രയും നാളും കഴിച്ച പോലെ രാവിലെ ഇത് കഴിച്ചു, ഉച്ചയ്ക്ക് ഇത് കഴിച്ചു, അങ്ങനെ ഫിക്സഡ് ഡയറ്റ് ആയിരിക്കത്തില്ല. അതിന് ചേഞ്ചസ് വരാം. ഇടയ്ക്ക് ഞാൻ ഓർഗൻ മീറ്റ് ഇടും. അപ്പോൾ ഞാനിപ്പോൾ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 230 ഗ്രാംസ് അല്ലെങ്കിൽ 220 ഗ്രാംസ് അത്രയും റേഞ്ച് പ്രോട്ടീന്, 50 ഗ്രാം ഓഫ് കാർബ്, 50 ഗ്രാം ഓഫ് ഫാറ്റ്സ്. ഇതാണ് എൻ്റെ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത്. അത് എവറി 4th ഡേ ഞാനത് പുഷ് ചെയ്ത് 100 150 ഗ്രാംസോ കാർബ് കൊടുക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൈ കാർബ് ഡേ ആണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോസ് ബോയിൽ ചെയ്യണം. ഇനി ഞാൻ ഓർഗൻ മീറ്റ്സിനെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞാനിപ്പം ഇതിൽ ലാമ്പിൻ്റെ ഹാർട്ടും ഉണ്ട്. ലൈറ്റിടാം. ഇവിടെ ലാമ്പിൻ്റെ ഹാർട്ടും ഉണ്ട്, പിന്നെ കാഫ് ലിവറും ഉണ്ട്. അപ്പം ലിവർ ഇതെല്ലാം നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഹെൽത്തി ഓപ്ഷൻസ് ആണ്, ന്യൂട്രിയൻസ് ഡെൻസ് ആയിട്ടുള്ള ഫുഡുകളാണിത്. അപ്പോൾ ഈ ലാസ്റ്റ് 2 വീക്സിൽ നമ്മുടെ എനർജി അതുപോലെ ഡ്രോപ്പ് ആവും. അപ്പോൾ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇതിൽ ലിവർ മാത്രമാണ് ശരിക്കും എനർജി സോഴ്സ് ആയിട്ട് ഞാൻ മേടിച്ചിരുന്നത്. മറ്റേത് ലാമ്പിൻ്റെ ഹാർട്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം മേടിച്ചു, ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഓർഗൻ മീറ്റ്സിൽ ഒന്ന് ആഡ് ചെയ്യാമെന്ന് ഓർത്ത് മേടിച്ചു എന്ന് മാത്രം. സാധനം കാണിക്കാം. അപ്പം ലിവർ നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, ലിവർ നിങ്ങൾക്ക് അറിയാവുന്ന സാധനമല്ല. ലിവർ ഇപ്പം ഇതിനകത്തുണ്ട്. അപ്പം ഇന്ന് ലിവർ അധികം എടുക്കുന്നില്ല, ഒരു കുറച്ച് പോർഷൻസ് എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഹാർട്ട്, ലാമ്പിൻ്റെ ഹാർട്ട് നമ്മളിപ്പം കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര
വഴറ്റി അങ്ങനത്തെ റെസിപ്പി ഒന്നുമില്ല. കുറച്ച് ഓയിൽ പാനിൽ, എന്നിട്ട് ഇത് സ്ട്രൈപ്പായിട്ട് ഇട്ടിട്ട് സോൾട്ട് പെപ്പർ കുക്ക് ചെയ്യുന്നു, എടുക്കുന്നു. ദാറ്റ്സ് ഓൾ. നമ്മളപ്പം ഈ ഓർഗൻ മീറ്റ്സിൻ്റെ കുക്കിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാനതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഓർക്കത്തില്ല. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പോകാം. എന്ത് ചെയ്ത് ഞാനിപ്പോൾ എല്ലാം ഒരു ടൈമിങ്ങിനനുസരിച്ച് ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ എപ്പോൾ എടുക്കണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് മസിലിൻ്റെ പ്രിസർവേഷന്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പിന്നെ മൈക്രോന്യൂട്രിയൻസിൻ്റെ കവറേജ്, ഹോർമോണൽ സപ്പോർട്ട്, ഡൈജഷൻ, പിന്നെ ഓർഗൻ പ്രൊട്ടക്ഷൻ, പിന്നെ പമ്പ്, കോർട്ടിസോൾ കൺട്രോൾ, റീഹൈഡ്രേഷൻ, റിക്കവറി, ഗ്ലൈക്കജൻ റീഫില്, ഈസ്ട്രജൻ കൺട്രോൾ, ഫാറ്റ് ട്രാൻസ്പോർട്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം കുറേ സമയം എടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ നോട്ട് ചെയ്ത് തന്നിട്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഓരോ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിലെനിക്ക് ഞാൻ ഇട്ടിരുന്ന കുറേ കാര്യങ്ങൾ ഫ്രീ ഫോമിൽ കിട്ടേണ്ട, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞ് കിട്ടാതെ എനിക്ക് L-അർജിനിൻ, L-കാർണിറ്റിൻ അങ്ങനെ സെപ്പറേറ്റ് മേടിക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടാഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് മേടിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഞാൻ സപ്ലിമെൻറ്റ് ഇട്ടേക്കുന്നൊരു എസ്റ്റിമേഷൻ ടൈം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എണീറ്റ് വരുമ്പം EAAs, അതിൻ്റെ കൂടുതൽ കുറച്ച് ഗ്ലൂട്ടമിന്, L-അർജിനിൻ സെപ്പറേറ്റ് കിട്ടിയില്ലായിരുന്നു. L-അർജിനിൻ വേറെ സെപ്പറേറ്റ് എടുക്കണമായിരുന്നു ഇതിൻ്റെ കൂടെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ അത്യാവശ്യം നമ്മുടെ മെയിൻ വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ആയിട്ട് ഇപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത്. B എടുക്കുന്നുണ്ട്, A എടുക്കുന്നുണ്ട്, C എടുക്കുന്നുണ്ട്, കാൽഷ്യം കിട്ടിയില്ല, മഗ്നീഷ്യം എടുക്കുന്നുണ്ട്, പൊട്ടാസ്യം ഇപ്പോൾ ആവശ്യമില്ല, എടുക്കുന്നില്ല, സിങ്ക് എടുക്കുന്നുണ്ട്, പിന്നെ അയൺ എടുക്കുന്നുണ്ട്, ഡൈജസ്റ്റീവ് എൻസൈം എൻ്റെ ഡൈജസ്റ്റീവ് എൻസൈം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മിഡ് മോർണിംഗ് ആ ഒരു ടൈമിലത്തേക്കായിരുന്നു ഞാൻ ലിവർ എക്സ്ട്രാക്ട് മറ്റേ ക്യാപ്സ്യൂൾ കിട്ടുമായിരുന്നു, ലിവർ ടാബ്ലറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലിവറാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഒത്തിരി എമൗണ്ട് ഒന്നുമല്ല, അറൗണ്ട് ഒരു 150-200 ഗ്രാംസ്. അത് ഈ ഒരു 2 വീക്സിലത്തേക്ക് മാത്രം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ omega-3 അതും എടുക്കുന്നുണ്ട്. പിന്നെ പ്രീ വർക്കൗട്ട് വരുമ്പോഴാണ് പ്രീ വർക്കൗട്ട് ആ ഒരു ഒറ്റ സപ്ലിമെൻറ്റും പിന്നെ L-ടൈറോസിൻ നമ്മൾ മേടിച്ച ടൈറോസിനും അതിൻ്റെ കൂടുതൽ ഗ്ലൂട്ടമിനും റിക്കവറിക്ക് വേണ്ടി, പിന്നെ വർക്കൗട്ടിന് ഇടയ്ക്ക് EAAസും ആ ഇലക്ട്രോലൈറ്റ് മിക്സ് ചെയ്തതും, പിന്നെ എന്തൊന്നും ഉണ്ടായിരുന്നല്ലോ, ഇല്ല അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഉള്ളത് പോസ്റ്റ് വർക്കൗട്ട്. ഇപ്പം പ്രസൻ്റ്ലി ഇട്ടേക്കുന്നത് ലെറ്റ്സ് സേ എൻ്റെ ഡെയിലി പ്രോട്ടീൻ ഇൻടേക്ക് ഹിറ്റ് ആയില്ലെങ്കിൽ മാത്രം മേളിൽ അവിടെ വേ പ്രോട്ടീൻ ഇരിപ്പുണ്ട്. വേ പ്രോട്ടീനും അതിൻ്റെ അകത്ത് ക്രിയാറ്റിൻ ആണെങ്കിലും ഉണ്ട്. പിന്നെ ഹൈ GI ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഏതെങ്കിലും കാർബ് സോഴ്സുകൾ. പിന്നെ ഉള്ളത് ഡിന്നറിൽ വരുന്നത് വീണ്ടും കിടക്കുന്നതിന് മുന്നേ ഡൈജസ്റ്റീവ് എൻസൈം ഒരെണ്ണം കൊണ്ട്, അത് മാക്സിമം 3 ക്യാപ്സ്യൂൾസ് എടുക്കാം, റെക്കമെൻഡ്. പക്ഷേ ഞാനത് 2 എണ്ണമായിട്ട് എടുക്കുന്നു. പിന്നെ ഉള്ളത് സിങ്ക് രാത്രിയിൽ എടുക്കുന്നുണ്ട്. omega-3 3 ക്യാപ്സ്യൂളാണ് ഡോസേജ് വരുന്നത്. അപ്പോൾ നേരത്തെ കഴിച്ച omega-3 ഒരു 1-2 എണ്ണം കഴിക്കും, മിച്ചമുള്ളത് ഈ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കും. പിന്നെ ഫൈനലി കിടക്കുന്നതിന് മുന്നേയാണ് ഞാൻ ആ മഗ്നീഷ്യം ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നത്, മഗ്നീഷ്യം ഒന്നുകൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വൈറ്റമിൻസിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബ് എത്രയായിരുന്നു, പ്രോട്ടീൻ എത്രയായിരുന്നു, ഫാറ്റ്സ് എത്രയായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ ഫുഡ് അളന്നു കുറിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. സോ ലെറ്റ്സ് പ്രിപ്പയർ സം ലാംബ് ഹാർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പിൻ്റെ ഹാർട്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പ്രിപ്പ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകിയെടുത്തു. ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ കണ്ട ഒരു റെസിപ്പി എന്ന് പറയുന്നത് അവരും ഭയങ്കര സിമ്പിളായിട്ട് ജസ്റ്റ് പുള്ളി ഇങ്ങനെ ഇവിടുന്ന് സൈഡിൽ നിന്ന് തുറക്കുമായിരുന്നു, എങ്ങനെ തുറന്നാലും ഇപ്പോൾ പീസാക്കണം. സോ നമ്മൾ ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കും. അതെ, ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമുക്ക് ഇവിടുത്തെ അലർജൻസിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഗട്ട് ഹെൽത്തിന് പ്രശ്നമുള്ള ഫുഡുകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഫുഡുകൾ ഏതൊക്കെ, നമ്മുടെ ബോഡിയുടെ സെൻസിറ്റിവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫുഡുകൾ, അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് പാലല്ലാതെ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് കൺഫേം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മൾക്ക് ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫുഡുകൾ ഓരോന്നായിട്ട് വെച്ചാൽ ഡയറ്റ് ഇടുക, അതിൽ നമുക്ക് തോന്നുന്ന ഫുഡുകളെല്ലാം ഇടുക. എന്നിട്ട് ലെറ്റ്സ് സേ ഞാനിപ്പം മുട്ട, ചിക്കൻ, ബീഫ് ഇങ്ങനെ 4 നേരത്തേക്ക് ഒരു മീൽ ഇട്ടു. എന്നിട്ട് നാല് ഡിഫറെൻറ്റ് പ്രോട്ടീൻ സോഴ്സാണെന്ന് വിചാരിക്കുക. അവിടെ വെട്ടം കൂടുതലാണ്. ഓക്കെ, 4 ഡിഫറെൻറ്റ് പ്രോട്ടീൻ സോഴ്സസുകളാണെങ്കിൽ ലെറ്റ്സ് സേ ഞാൻ അടുത്ത ആഴ്ച ഞാൻ മുട്ട അങ്ങ് എടുത്ത് കളഞ്ഞ്, എന്നിട്ട് 2 ആഴ്ച ഞാൻ ബോഡി മോണിറ്റർ ചെയ്യുക. അപ്പോൾ എൻ്റെ ബോഡി ഓക്കെ ആണെങ്കിൽ മുട്ടയ്ക്ക് എന്തോ സീനുണ്ട്, ഐ മീൻ ഡെയിലി കഴിക്കുമ്പോൾ എന്തോ സീനുണ്ട്.
അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ എനിക്കത് അത്രയും ടൈം കളയണോ, ലൈക്ക് ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടുവാണെന്ന് ഇന്നത് കഴിക്കരുതെന്ന് അവർ പറയുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും എളുപ്പം. ഇനി അങ്ങനെ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ വേറൊരു മെത്തേഡും കൂടെ നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും എക്സ്ട്രീം, ഇത്രയും ബോഡിക്ക് വേണ്ടതിലും കാലറി ഇത്രയും താഴോട്ട് പോയതിൻ്റെ ആയിരിക്കണം ഇപ്പോൾ ഈ ഇങ്ങനെ കാണിക്കുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ ആസ്മി ട്രിഗർ ആകുന്നൊക്കെ. സോ എനിവേ, ഇനി നമ്മൾ ഈ സാധനം റെഡിയാക്കട്ടെ. ഇപ്പം ബാക്കി ദിവസങ്ങളിൽ ഹൈ കാർബ് ആണെങ്കിൽ ഞാൻ സാധാരണ കഴിക്കുന്നത് പൊട്ടാറ്റോസാണ്. പക്ഷേ ഞാനിവിടെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച കുറച്ച് റൈസ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ റൈസ് ഒന്ന് മൈക്രോവേവ് ചെയ്യുന്നു. ആ റൈസിൻ്റെ അടുത്ത് കുറച്ച് ചിക്കനും ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് പ്രോട്ടീൻ സോഴ്സ് അതിൽ നിന്നും ഇവിടെ എനിക്ക് ഈ ഹാർട്ടും ഉണ്ട്. അതുപോലെ ഇന്ന് നമുക്ക് അപ്പർ ബോഡിയാണ് ട്രെയിനിങ്. അത് നല്ല ഇൻറ്റൻസിലി ചെയ്യണം, കാരണം ഇനി അധികം നാൾ ഇനി വർക്കൗട്ടില്ല. 2 വീക്സിൽ നമ്മൾ 2 വീക്സും വർക്കൗട്ട് ചെയ്യുന്നില്ല. ഏറെക്കുറെ ഇനി ചിലപ്പോൾ അപ്പർ തന്നെ ഇനി 3 സെഷൻസ് എങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ചെയ്യേണ്ട പോലെ അങ്ങ് ചെയ്ത് തീർക്കണം. എന്നിട്ട് അവധിയുള്ള ദിവസങ്ങളിൽ പോസിങ് ഇച്ചിരി കൂടി പ്രാക്ടീസ് ചെയ്യണം. ഇതൊരു 3 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കണം. സാധനം റെഡിയായി. അപ്പം ഞാനിവിടെ എന്തൊക്കെ ഫുഡ് കാണിച്ചെന്ന് പറഞ്ഞാലും എനിക്കറിയാം നിങ്ങൾ കൂടുതൽ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നത് സപ്ലിമെൻറ്റ്സിനെ പറ്റി കേൾക്കാൻ മാത്രമാണ്. അപ്പം ഫുഡ് എത്ര കാണിച്ചെന്ന് പറഞ്ഞാലും ആർക്കും ലൈക്ക് അതിലല്ല, ഫുഡ് കഴിക്കുന്നതിലല്ല, സപ്ലിമെൻ്റ് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്തോ സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ എക്സ്ട്രീം ഒരു എൻഡിൽ, ലെറ്റ്സ് ഞാനിപ്പം എനിക്ക് ഒരു എമൗണ്ടിന് മുകളിൽ ഇപ്പോൾ ഫൈബർ കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാനപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ഗ്രീൻസ് സപ്ലിമെൻറ്റ്സ് എടുക്കാം. ലെറ്റ്സ് ഇപ്പോൾ എനിക്ക് പുറത്ത് വെയിലുണ്ട്, അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി എടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ തന്നെ വൈറ്റമിൻ ഡി കുറവാണ്, വെയിലുണ്ടാഞ്ഞിട്ട് പോലും കുറവാണെങ്കിൽ എടുക്കണം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ പ്രീ വർക്കൗട്ട് മേടിച്ചു. എന്തിനു മേടിച്ചു? ഈ ഒരു പോയിന്റിൽ എനിക്കിനി ബോഡി നല്ല ടയേർഡാകും. കാരണം ഞാൻ ഓൾറെഡി ഡിപ്ലീറ്റഡ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ടയേർഡാകും. പക്ഷേ എനിക്ക് പുഷ് ചെയ്യാനുള്ള സ്ട്രെങ്ത് വേണം. അപ്പോൾ എനിക്ക് പ്രീ വർക്കൗട്ട് ഈ സമയത്ത് ആവശ്യമുണ്ട്. ഇനി വേറെ എന്താ പറയാനുള്ളത്? വൈറ്റമിൻ ക്യാപ്സ്യൂൾസ്. എൻ്റെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറവാണ്, ഓവറോൾ കാലറീസ് കുറവാണ്. അപ്പോൾ എൻ്റെ ഓവറോൾ വൈറ്റമിൻസ് ഡെഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ കേസസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത്. അതല്ലാണ്ട് അതിൽ നിന്ന് അത് കഴിച്ചത് കൊണ്ട് നാളെ എൻ്റെ മസിൽ പൊങ്ങി വരത്തില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ച് എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന പോലെ ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, എന്നിട്ട് വർക്കൗട്ട് ചെയ്ത്, ഇത് ജസ്റ്റ് അഡീഷണൽ ഒരു പുഷ് മാത്രം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇനിയിപ്പം ഇത് പ്രീ വർക്കൗട്ട് മീലാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ ഒരു 45-50 മിനിറ്റ് കഴിഞ്ഞിട്ടേ വർക്കൗട്ടിന് ചെല്ലുള്ളൂ. അപ്പോൾ നോക്കാം, നേരത്തെ നമ്മുടെ ചാർട്ട് വീണ്ടും എടുക്കാം. അപ്പോൾ പ്രീ വർക്കൗട്ട് അടിയാൻ എന്തൊക്കെ എടുക്കാനുണ്ടായിരുന്നത്? കണക്കും പ്രകാരം L-ടൈറോസിൻ അവരെത്രയാണോ ഇട്ടേക്കുന്നത് അതെടുക്കണം. ഗ്ലൂട്ടമിൻ 5 ഗ്രാം എടുക്കണം. പിന്നെ പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് എടുക്കണം. പിന്നെ വർക്കൗട്ടിന് കൊണ്ടുവന്ന വെള്ളത്തിനകത്ത് EWS മിക്സ് ചെയ്യണം. ഇലക്ട്രോലൈറ്റ് അപ്പോൾ വേറെ എടുക്കേണ്ടി വരും. ഇലക്ട്രോലൈറ്റ് വേറെ മിക്സ് ചെയ്യണം. പിന്നെയുള്ളത് പോസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രീ വർക്കൗട്ട് നമ്മൾ മേടിച്ചത്, പ്രീ വർക്കൗട്ട് ഉണ്ടാക്കണം. അതാദ്യം ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാക്കാം. നമ്മൾ ഏതൊരു സപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെയും ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്, ഇവരെന്താണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പം കാണുന്നില്ലല്ലോ. വർക്കൗട്ടിന് 30 മിനിറ്റിന് മുന്നേ 2 സ്കൂപ്പ് 300 ml വെള്ളത്തിൽ, അതാണ് ഇവരുടെ റെക്കമെൻഡേഷൻ. അപ്പം നമ്മൾ അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു കുപ്പി സ്കൂപ്പ് കാണാനില്ലല്ലോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്കൂപ്പ് തന്നെയാണ്. ഇത് 2 സ്കൂപ്പ് എടുത്താൽ കാര്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് ആയിട്ടേത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പ്രീ വർക്കൗട്ടിന് ഇതിൻ്റെ കൂട്ടത്തിൽ ആയിട്ട് കൊണ്ടുവന്ന L-ടൈറോസിൻ. ഇത് അൺഫ്ലേവേർഡ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവറുമായിട്ട് മാച്ചായി പൊക്കോളും. ഇനി ഇവരുടെ എന്തുവാണ് റെക്കമെൻഡേഷൻ നോക്കാം.
ഓ 5 സ്കൂപ്പ്. ഇത് ടൈറോസിൻ ഉണ്ടായിരുന്നോ എന്ന് നോക്കട്ടെ. ഇല്ല, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. 5 സ്കൂപ്പ് തന്നെ ഇടാം. കുഞ്ഞു സ്കൂപ്പ് വല്ലതും ആയിരിക്കും, ഭയങ്കര ചെറിയ സ്കൂപ്പ് വല്ലതും ആയിരിക്കും. അതും കാണാനില്ലല്ലോ. കിട്ടി. പറഞ്ഞ പോലെ തന്നെ ഇത്തിരി പോകുന്നൊരു സ്കൂപ്പ്. 1 2. എന്നാൽ പിന്നെ ഇച്ചിരി കൂടി വലിയൊരു സ്കൂപ്പ് ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങ് എടുക്കാനങ്ങ് പറഞ്ഞാൽ മതി. 5 ഗ്രാമിൻ്റെ സ്കൂപ്പും കിട്ടാൻ മതിയായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇട്ടു. ഇനി നമ്മൾ 300 ml വെള്ളം ഇതിലൊഴിക്കുന്നു. കൊണ്ടൊന്ന് സ്കൂപ്പ് തപ്പിയതാണ്. അതിൽ പകുതി മുക്കാലും സപ്ലിമെൻറ്റ് കയ്യിലായിട്ടുണ്ട്. എനിക്ക് ഇത് കണ്ട ഈ ബ്ലൂ റാസ്ബെറി ഐസ് ഇല്ലേ, ഇത് നിങ്ങൾ കുറേ പേർ ട്രൈ ചെയ്ത് കാണും. ഇത് പണ്ട് ഇതിൻ്റെ ഒരു BCAA ഉണ്ടായിരുന്നു. ആ ബ്രാൻഡിൻ്റെ പേരെന്തുമായിരുന്നു? അയ്യോ, ഞാൻ മറന്നു. അടുത്ത ഏതൊരു വീഡിയോക്ക് മെൻഷൻ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള BCAA ആയിരുന്നു. അവരുടെ ബ്ലൂ റാസ്ബെറി ഐസ് ഒരു രക്ഷയില്ലായിരുന്നു. 1 മിനിറ്റ് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ബ്ലൂ കളർ വരുമായിരുന്നു. BCAA എക്സ്റ്റെൻറ്റിൻ്റെ BCAA. ഉയ്യോ, BCAAs കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് BCAAs. അവരുടെ ബ്ലൂ റാസ്ബെറി ഐസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അത് ഫേക്ഡ് റിയാക്ഷൻ അല്ല, ശരിക്കും വന്ന റിയാക്ഷനാണ്. നമ്മളൊരുമാതിരി കട്ട മറ്റേ നല്ല പുളിയുള്ള നാരങ്ങ വെള്ളമൊക്കെ കുടിക്കത്തില്ലേ, നല്ല പുളിപ്പൊക്കെ നമ്മളിങ്ങനെ ഇതായി പോകത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ പുളിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു ഫീൽ വരത്തില്ലേ. ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ കൊള്ളാം. കുറച്ചും കൂടെ വെള്ളം ഇട്ടാൽ ഇച്ചിരിയും കൂടി ഒന്ന് ഡൈല്യൂട്ട് ആകുമായിരിക്കും. ഇത് പക്ഷേ നല്ല ഒരു സ്ട്രോങ് ഫീലാണ് തോന്നുന്നത്. ആ ഒരു പുളിപ്പ് നല്ലപോലെ ഉണ്ട്. അപ്പം ഇപ്പോൾ സമയം എന്നായി? ഇപ്പോൾ ടൈം ബാലൻസിങ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം എനിക്കിനി നേരത്തെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇന്ന് ജോലി തീർന്നപ്പം എത്ര മണിയായി? 3:30 ആയി. അവിടുന്ന് ബസ് കയറി ഇവിടെ നമ്മൾ സാധനം മേടിക്കാൻ പോയല്ലോ. അപ്പോൾ സാധനവും മേടിച്ചിട്ട് തിരിച്ച് വന്നപ്പം അവിടുന്ന് ഇവിടം വരെ 3/4 മണിക്കൂർ 50 മിനിറ്റ് എടുക്കും ബസ്സിന് ഇവിടം വരെ വരാൻ. അപ്പോൾ നമ്മൾ 3:30 തീർന്ന ജോലി ലെറ്റ്സ് സേ നമ്മളൊരു 15 മിനിറ്റ് എടുത്ത് സാധനമൊക്കെ പോയി മേടിക്കാറ്. അതിന് ഞാൻ ബസ് കയറി വേറെ സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു 15 മിനിറ്റിൽ 3:45 അപ്പം തന്നെ ബസ് കിട്ടിയെന്ന് വിചാരിക്കുക. 3:45 തന്നെ ബസ് കിട്ടിയിട്ട് നമ്മളിവിടെ 3/4 മണിക്കൂർ കൊണ്ട് വന്നാൽ പോലും 4:30 വന്നു കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സാധനം എല്ലാം അൺബോക്സിങ് പരിപാടി, ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് ഇപ്പം സമയം, അതായത് ഇപ്പം ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം 4:59. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 5:25 അല്ല 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഇലക്ട്രോലൈറ്റ് വേണോ ഇലക്ട്രോലൈറ്റ് ജിമ്മിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഇലക്ട്രോലൈറ്റ് മേടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ. അത് സോറി, ആൾ മാറിപ്പോയി. ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നില്ല, മറ്റേ പൊട്ടാസ്യം, സോഡിയം, അങ്ങനത്തെ മഗ്നീഷ്യസൊക്കെ, അത് ഇലക്ട്രോലൈറ്റിൽ മിക്സായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇവരുടെ ഡോസേജ് എന്ന് പറയുന്നത് മിക്സ് 2 സ്കൂപ്പ് 1/2 ലിറ്ററിൽ കൺസ്യൂം വൺസ്. ഓക്കെ, ഇത് മാത്രം ഞാൻ മിക്കവാറും വർക്കൗട്ട് എന്നുള്ളതല്ലാണ്ട് വേറെ ഏതെങ്കിലും ടൈമിലത്തേക്ക് മാറ്റും. ഓക്കെ, എനിവേ ഇത് ഞാൻ വർക്കൗട്ടിന് പോകുന്നതിന് മുന്നേ 5:30 ആകുമ്പോഴത്തേക്കും ഇത് 2 സ്കൂപ്പ് എടുക്കും. എന്നിട്ട് EWSന് ഇൻട്രാ വർക്കൗട്ടായിട്ട് എടുക്കുന്നത്. വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ സിപ്പ് ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ടാർഗറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്. നേരത്തെ 6 ആയിരുന്നു. അപ്പോൾ ബോഡി യൂസ് ടു ആയപ്പോഴത്തേക്കും അത്രയും ഫ്ലഷ് ഔട്ട് ചെയ്യാൻ യൂസ് ടു ആയപ്പോഴത്തേക്കും 5 ആക്കി. 5 നിന്ന് പിന്നെ 4.5 ആയി, 4 ആയി. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ 3 എത്തി. അപ്പോൾ 3 ലിറ്റേഴ്സിൽ ഞാനിപ്പോൾ ചെയ്ത ജിമ്മിൽ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ ഈ കുപ്പി തന്നെ ആ EWS എടുക്കുവാണ്. അപ്പോൾ 1/2 ലിറ്റർ. ഈ 1/2 ലിറ്റർ എൻ്റെ വർക്കൗട്ട് ത്രൂ ഔട്ട് ഞാൻ സിപ്പ് ചെയ്യുമായിരിക്കും. നേരത്തെ ഞാൻ കുറേ കുടിക്കുമായിരുന്നു വെള്ളം. പക്ഷെ ഇനി അങ്ങോട്ട്
സിപ്പ് ചെയ്യുമായിരിക്കും. അപ്പം ത്രൂ ഔട്ട് ദ ഡേ എൻ്റെ ഓരോ മീൽസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം, വർക്കൗട്ടിനിടയ്ക്ക് കുറച്ച് വെള്ളം, കിടക്കുന്നതിന് മുന്നേ അല്ല ലാസ്റ്റ് മീലിന് കുറച്ച് വെള്ളം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്. നമുക്കപ്പം അരമണിക്കൂർ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഒരവസരമുണ്ട്. കാരണം അത്രയും ഫുഡ് കഴിച്ചത് ഡൈജസ്റ്റ് ആകണം. ശരിക്കും അത്ര ഒരു ലോങ് മീൽ കഴിച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 1 hour 45 minutes 1 hour അല്ലെങ്കിൽ 2 hours 45 minutes ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ബോഡി മറ്റേ ഫുഡിങ് തള്ളി തൊണ്ടയിലോട്ട് വരത്തില്ലേ, അങ്ങനെ വരും. എനിവേ, എൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ ഫിലിം ചെയ്യുന്നതെന്ന് പറയാം. ഒന്നും ഇപ്പം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഓസ്മോ പോക്കറ്റ് 3. അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഈസ് ഓഫ് യൂസാണ്. എന്ന് പറയുമ്പം ഞാനിപ്പോൾ തുടങ്ങി സിമ്പിളായിട്ട് ഇങ്ങനെ കൈ പിടിച്ച്, എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കരും ഫേസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങളുടെ കൂടെ ഒരാൾ കാണത്തില്ല. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഞാൻ പുറത്താണ്, നാട്ടിലല്ല, ഞാനിപ്പോൾ UK യിലാണ്, സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുമ്പം എൻ്റെ കൂടെ ജിമ്മിൽ വരാൻ എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം കൂടെ ഒരാളുള്ളത് പ്രശ്നമെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ട്രെയിൻ ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ഒരു ഗോൾ വെച്ച് പുഷ് ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് ആ ഒരു ടൈമിൽ, അതായത് ഒരു സെറ്റ് കഴിയുമ്പോൾ തൊട്ടടുത്ത് ഞാൻ ടൈമർ വെക്കും. ആ ടൈമർ ആകുമ്പോൾ തന്നെ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുവാണ്. ആ ടൈം ആകുമ്പോഴേ ഞാൻ ചാലഞ്ച് ചെയ്യുവാണ്. പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് നമുക്കൊരു മെത്തേഡ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച ഇന്ന വെയിറ്റ് ചെയ്തു, അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് കൂട്ടണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഉണ്ടല്ലോ. അത് കൂടാതെ ഫ്രാങ്ക്സൈൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡും കൂടെയുണ്ട്. അതാണ് ടൈം സ്റ്റാർ മെത്തേഡ് എന്ന് പറയുന്നത്. ടൈം സ്റ്റാർ മെത്തേഡ് എന്ന് പറയുമ്പം ഒരു പോയിൻ്റ് വരെ നമ്മൾ വെയിറ്റ് വെച്ച് പ്രോഗ്രസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾ 20 കിലോ വെച്ച് ചെയ്തു, അടുത്ത ആഴ്ച ചിലപ്പോൾ 22.5 ചെയ്തു, ചിലപ്പോൾ നിങ്ങൾ 30 കിലോ വരെ ഓരോ ആഴ്ച കഴിഞ്ഞപ്പോൾ കൂട്ടി വന്നു വെച്ചാൽ പ്രോഗ്രസീവ് ഓവർലോഡ് നോക്കുമ്പോൾ കൂടി വന്നു. ഓക്കെ, നമ്മളപ്പോൾ ജിമ്മിൽ സ്ട്രെങ്ത് കയറുന്നുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ചിലപ്പോൾ പിന്നെ അങ്ങോട്ട് നിങ്ങൾ 30 കിലോ തന്നെ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് ടൈം സ്റ്റാർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നോക്കുവാണ്, ഒരു സെറ്റ് എടുക്കാൻ നമ്മൾ എത്ര സമയം എടുത്തു. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ഒന്ന് അസസ് ചെയ്തിട്ട് അവസാനം നോക്കുമ്പോഴത്തേക്കും നമ്മൾ വർക്കൗട്ട് തുടങ്ങിയിട്ട് വർക്കൗട്ട് തീരുന്നിടം വരെ ടോട്ടൽ എത്ര സമയം എടുത്തു നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ന് 2 മണിക്കൂർ എടുത്തെന്ന് വിചാരിക്കുക. അടുത്ത പ്രാവശ്യത്തെ ഗോൾ എന്നായിരിക്കും അറിയാമോ? വെയിറ്റ് കൂട്ടുന്നതല്ല ഇനി ഗോൾ. വെയിറ്റിനെ പറ്റി മറന്നേക്ക്, ഇപ്പം ചെയ്യുന്ന വെയിറ്റ് മതി. ഈ 2 മണിക്കൂർ എന്നുള്ളത് സമയം ഇതിലും പെട്ടെന്ന് തീർക്കാൻ നോക്കണം. എന്നുവെച്ചാൽ റെസ്റ്റ് ടൈം ചുരുക്കണം, മസിലിനുള്ള ടെൻഷൻ സ്പീഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് ഓരോ ടൈം പീരീഡിൽ നമ്മൾ ഇടുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്താട്ടോ. എന്ന് വെച്ച് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് 2 to 3 minutes റെസ്റ്റ് ഇടേണ്ട കേസ് വരുന്നുണ്ട്, 5 minutes റെസ്റ്റ് എടുക്കേണ്ട കേസ് വരുന്നുണ്ട്. അതൊക്കെ ഓരോ പ്ലാന് ബേസ് ചെയ്താണ്. ഇതും ഒരു മെത്തേഡാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് നാളെ തൊട്ട് എല്ലാ വർക്കൗട്ടിനും ഇത് മാത്രം ഫോളോ ചെയ്യുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ടൈം സ്റ്റാർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിനി വെയ്റ്റ്സ് പുഷ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് ഈ ഒരു പോയിൻറ്റിൽ ഒത്തിരി പുഷ് ചെയ്യാൻ നോക്കുന്നത്, ചിലപ്പോൾ സ്ലൈറ്റ്ലി ഒരു പുഷ് കൊടുക്കുമായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ മാക്സിമം നോക്കുന്നത് ആ ഒരു ടൈമിൽ തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കൂടെയുള്ള ഒരാളുള്ളപ്പം അവരുടെ ആ സെറ്റ് തീർക്കാൻ വെയിറ്റ് ചെയ്യണം, അവർ മടി പിടിച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഒത്തിരി ടൈം പോവുകയാണ്. ഇപ്പം നമ്മൾ കൂടെ ഒരാൾ ഉള്ളപ്പോൾ നമ്മൾ സംസാരിച്ച സമയങ്ങൾ ചിലപ്പം, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കും. ഇപ്പം നമ്മുടെ ആ ഒരു കണക്ഷൻ വിട്ടു പോവുകയാണ്. ചിലർക്ക് അപ്പോഴും കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ സ്റ്റോറിയാണ്. അതായത് ഞാൻ ഫോണൊക്കെ മാറ്റി വെക്കും ഫുള്ള്. ഇപ്പോൾ ഈ വാച്ചിലായിരിക്കും എൻ്റെ സ്റ്റോപ്പ് വാച്ചും എല്ലാം വെച്ചേക്കുന്നത്. അതായത് ടൈമർ ഇന്ന ടൈമിൽ ഞാൻ ചെയ്തിരിക്കും. 30 seconds വെച്ച് കഴിഞ്ഞാൽ ബോഡി എങ്ങനെ ഇരിക്കുന്നൊന്നും അന്നേരം ഞാൻ നോക്കത്തില്ല. 30 seconds ആയാൽ ഞാൻ വെയിറ്റ് എടുത്തിരിക്കും. അപ്പം ഞാൻ ചെയ്ത് തുടങ്ങിയിരിക്കും. എന്ന് വെച്ചാൽ 30 seconds ആയാൽ ഞാൻ വെയിറ്റ് എടുത്ത് ഞാൻ കയറിയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് ആ ടെൻഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേസമയം ഇപ്പം ഒന്ന് ഓർത്ത് നോക്കുക, ഞാനിപ്പം പകുതി വർക്കൗട്ട് ചെയ്ത് തീരാറായി, അരമണിക്കൂറായി, എനിക്ക് 1 മണിക്കൂറിൻ്റെ വർക്കൗട്ടാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം നമ്മൾ സംസാരിച്ച് 5-10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഇങ്ങനെ പയ്യെ റെസ്റ്റിങ്ങിലോട്ട് വരും. അപ്പം നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അതുവരെ നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു തിളച്ച് കയറുക എന്നൊരു ഫീൽ നമുക്ക് വരത്തില്ല. എല്ലാം ഭയങ്കര പമ്പ് കയറി നിൽക്കുന്ന ഒരു ഫീൽ പയ്യെ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് നമ്മൾ വീണ്ടും വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പം ആദ്യം കിട്ടിയ ആ ഒരു പമ്പ് തിരിച്ചു വരണമെന്നില്ല. അപ്പം ഇത് ഓരോരുത്തരുടെ ബോഡിക്ക് സബ്ജക്റ്റീവാണ്. ഇതെൻ്റെ പേഴ്സണൽ സീന് പ്രീ വർക്കൗട്ടിൻ്റെ ടിംഗ്ലിങ് അടിച്ചു തുടങ്ങി. ചിലർക്ക് മനസ്സിലായി കാണില്ല, മറ്റേ മുഖത്തോടെ ഇങ്ങനെ എന്നാ ഇടിമിന്നൽ കൊള്ളുന്ന ഒരു സാധനം വരത്തില്ലേ, എൻ്റെ ഇപ്പോൾ കൈക്കകത്തൂടെ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം പ്രീ വർക്കൗട്ട് കഴിക്കുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫീൽ വരുന്നത്. ഇത്ര നാൾക്ക് ശേഷം പ്രീ വർക്കൗട്ട് എടുക്കുന്നതുകൊണ്ടുമായിരിക്കണം. ഓക്കെ, പിന്നെ കൊള്ളാം, ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെവിയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറിപ്പോയി. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സംസാരമൊന്നുമില്ല. പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നു, സൂപ്പർ സെറ്റുകൾ ചെയ്ത് തീർക്കാൻ നോക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ പ്രസൻറ്റ് പ്ലാനിൽ സൂപ്പർ സെറ്റിൽ ഇട്ടിരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ചേഞ്ച് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ ഒരു സാധനം ഇട്ടിരുന്നത് ഡംബൽ പ്രസ്സും എന്നിട്ട് നമ്മുടെ പെഗ് ഡെക്കും, ഇത് 2 സൂപ്പർ സെറ്റായിരുന്നു. പക്ഷേ ഇവിടുത്തെ ജിമ്മിൽ താഴത്തെ നമ്മുടെ ഡംബലൊക്കെ വെച്ചേക്കുന്ന പോർഷനിൽ അവിടെ ഫുള്ള് ഡംബലും ഒരു സൈഡിൽ മറ്റേ ബാർബെൽസും മാത്രം. എന്നിട്ട് നമ്മൾ നടന്ന് മേളിൽ കയറി ചെന്നാലേ മേളിലാണ് മെഷീൻസൊക്കെ ഇരിക്കുന്നത്. ലൈക്ക് അതൊരു ഡ്രോബാക്ക് അല്ല, ഓരോ ജിമ്മിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതായത് വെക്കേണ്ടതായ രീതികളുണ്ട്. അവരിപ്പോൾ ഓരോന്നും അതിൻ്റെ രീതി വെച്ചേക്കുന്നു. പക്ഷേ എൻ്റെ പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്നത് ഡംബൽ പ്രസ് കഴിയുമ്പോഴേ അതായത് ഡംബൽ പ്രസ് കഴിഞ്ഞു, വെയിറ്റ് താഴെ വെച്ചു, അപ്പം തന്നെ പെക്ടൊക്കെ കയറി പെക്ടൊക്കെ അടിച്ചു, 30 സെക്കൻഡ്സ് ബ്രേക്ക്. എന്നിട്ട് ആ 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ അടുത്തത് കയറി വെയിറ്റ് കൂട്ടി ഡംബൽ പ്രസ് ചെയ്തു, വെയിറ്റ് താഴെ ഇട്ടു, പെക്ടൊക്കെ ചെയ്തു, വെയിറ്റ്. ഇതായിരുന്നു ഞാൻ ചെയ്യണ്ടേ. പക്ഷേ ഇവിടെ ഞാനപ്പം എൻ്റേതായ രീതിയിൽ ഇതിനെ മാറ്റണം. കാരണം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഡംബൽ പ്രസ്സിന് വേണ്ടി എനിക്ക് വെയിറ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് മേള് വരെ പോയി അവിടെ ചെയ്ത് കഴിഞ്ഞതിനിടയ്ക്ക് ഈ മെഷീൻസിനൊക്കെ വേറെ യൂസേഴ്സും ആവശ്യക്കാരുണ്ട്. അപ്പം ഓരോ തവണയും ഞാനത് എൻ്റേതായ രീതിയിൽ ഞാനതിനെ മോഡിഫൈ ചെയ്യും. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഡംബൽ പ്രസ്സും പുൾ ഓവറുമാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സെയിം മെഷീനെ തന്നെ ചെയ്യാം. ഇനി അതല്ല, എനിക്ക് ഒരു രീതിയിലും രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ഡംബൽ ഷ്രഗ്സും ലോ കേബിൾ റോയും ഞാൻ ഒരുമിച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ 30 സെക്കൻഡ്സ് ഗ്യാപ്പ് ശരിക്കും ഞാൻ ചെയ്യുന്നത് ഡംബൽ ഷ്രഗ്സ് ചെയ്തിട്ട് 30 സെക്കൻഡ്സ് ബ്രേക്ക് ഇടും. അപ്പം റെസ്റ്റ് ടൈം അവിടെ കുറവാണല്ലോ. ആ ബ്രേക്ക് കഴിഞ്ഞ് അപ്പോൾ 30 സെക്കൻഡ്സ് ബ്രേക്ക് ഇട്ട് മാത്രം 3 സെറ്റും തീർക്കും. എന്നിട്ട് ഞാൻ മേളിലോട്ട് ചെല്ലും, എന്നിട്ട് ഈ സെയിം സാധനം ഞാൻ ലോ കേബിൾ റോയിലും ചെയ്യും. അപ്പോൾ 30 സെക്കൻഡ്സ് ബ്രേക്ക് മാത്രം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ നോക്കും. അപ്പോൾ ഓവറോൾ ഉള്ള എൻ്റെ റെസ്റ്റ് ടൈം ഫൈനലി വരുമ്പോഴത്തേക്കും സെയിം ആയിരിക്കും. യെസ്, അപ്പോൾ അതാണ് വർക്കൗട്ടിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫ്രൂട്ട് സോഴ്സിൽ നിന്നുള്ള വാട്ടർ റിട്ടൻഷൻ അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇൻടേക്ക് പയ്യെ കുറയ്ക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാം കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഇങ്ങനെ ഒരുമിച്ച് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര പ്രഷർ കയറുക, ടെൻഷൻ കയറുക, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനൊരു ഫീലിംഗ് തോന്നത്തില്ലേ? അല്ലെങ്കിൽ എല്ലാം കൂടി ഇൻഫോർമേഷൻ കേട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാം തലവരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സൂക്കേടുണ്ട്. അപ്പം ഒരിടത്തുനിന്ന് പയ്യെ തീർത്ത് വരുന്ന രീതിയിൽ എല്ലാം ഞാൻ ഇങ്ങനെ ഫോണിൽ കലണ്ടറിൽ മാർക്ക് ചെയ്തിടും. ഇപ്പം 4-ാം തീയതി, മെയ് 4-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് വർക്കൗട്ട്. അന്ന് ഞാൻ ക്രിയാറ്റിനും സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 7-ാം തീയതിയാണ് എൻ്റെ കോമ്പറ്റീഷൻ. അപ്പം 4-ാം തീയതിയിൽ കാർബ് ലോഡ് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും. 3-ാം തീയതിയാണ് എൻ്റെ കാർബ് ലോഡ്, എന്ന് വെച്ചാൽ ഹൈ കാർബ് ഡേ. കാർബ് ലോഡല്ല, ഹൈ കാർബ് ഡേ. 4-ാം തീയതി വീണ്ടും ലോ കാർബ് ഡേ ആണ്. എന്നിട്ട് എൻ്റെ കോമ്പറ്റീഷൻ ടൈമിലാണ് വീണ്ടും ഹൈ കാർബ് ഡേ വരുന്നത്. പക്ഷേ വർക്കൗട്ട് നിർത്തിക്കഴിഞ്ഞിട്ട് 4-ാം തീയതി 50 ഗ്രാംസ് ഓഫ് കാർബ്, അതായത് ലോ കാർബ് ഡേ പോകും. 5-ാം തീയതി ഹൈ കാർബ് ഡേയിൽ എടുക്കുന്ന പോലെ 100 ഗ്രാം എറൗണ്ട് പോകും. 6-ാം തീയതി 150 ഗ്രാം കാർബ് പോകും. അതായത് കാർബ് കൂട്ടി വന്ന് കോമ്പറ്റീഷൻ്റെ അന്ന് നമ്മൾ ചെയ്യുന്നത് മാക്സിമം പ്രോട്ടീൻ സോഴ്സ് ഫുഡ് കുറവും. എന്നിട്ട് സ്വീറ്റ് പൊട്ടറ്റോസ് ബേക്ക് ചെയ്ത്, ഒന്നെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുന്ന് വല്ല ഹോട്ടലിൽ നിന്ന് വല്ലതും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുമോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യുമോ പുറത്തുനിന്ന് മേടിക്കുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 50 ഗ്രാംസ്, 50 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ഗ്യാപ്പ് ഇട്ട് ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്ത് നമ്മൾ പയ്യെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ലൈക്ക് കോമ്പറ്റീഷൻ ലെറ്റ്സ് ഉച്ചയ്ക്കാണ് കോമ്പറ്റീഷനെങ്കിൽ എവരി 1 അവർ ഒരു 9 മണി തൊട്ട് 9 മണിക്ക് ഒരു ചെറിയൊരു 50 ഗ്രാം കുക്ക് ചെയ്ത വെയിറ്റ് 50 ഗ്രാം, ഇത് കുറച്ചേ ഉള്ളൂ. ഒരു 10 മണിക്ക് 50 ഗ്രാം. അപ്പം അങ്ങനെ നമ്മൾ പയ്യെ കൊടുത്ത് കോമ്പറ്റീഷന് 1 മണിക്കൂർ മുന്നേ ആയിരിക്കണം ലാസ്റ്റത്തെ മീൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ നിൽക്കുന്നില്ല. വെള്ളമെന്ന് പറയുന്നത്, വെള്ളത്തിനകത്ത് ഞാൻ ഗ്ലൂട്ടമിൻ ഇട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പം EWS മിക്സ് ചെയ്തിട്ടുണ്ടായി, എന്നിട്ട് സിപ്പ് ചെയ്യും. പിന്നെ
പിന്നെ ഉള്ളത് പ്രീ സ്റ്റേജ് പമ്പ്. അതൊരു 10 മിനിറ്റ് ഓവറോ എല്ലാം കൂടെ ചെയ്യത്തുള്ളൂ. അപ്പം ഈ പറയുന്നതൊന്നും എൻ്റെ ബുദ്ധിയല്ല. ഇതൊക്കെ ഫ്രാങ്ക്സൈൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ ബോഡി ചെയ്യാൻ പോകുന്നു. എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രിൻസിപ്പിൾ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സഡൻ ഒരു തീരുമാനമായിരുന്നതുകൊണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷ്രെഡ് ഇതല്ല. ഞാൻ കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ഷ്രെഡ് ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ് ഷ്രെഡ്. അത്രയും ഞാൻ ഷ്രെഡ് ചെയ്തില്ല, കാരണം എത്രയോ സമയം പോരെനിക്ക്. പക്ഷേ നമ്മൾ ഇൻ ദ ഫ്യൂച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ വൃത്തിക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് എൻ്റെ ബോഡിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പോസിങ് ആണെങ്കിലും ഇപ്രാവശ്യം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഇത്രയാണ് തൽക്കാലം കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പം 5:15 അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറട്ടെ. ഈ വെസ്റ്റ് ഏതാ ബ്രാൻഡ് എന്നറിയാമോ? 199 രൂപയുടെ മഹാത്ഭുതത്തിൻ സുപ്രീമസി. എത്ര വർഷങ്ങൾ മുന്നേ മേടിച്ച സാധനമാണ്, ആഗ്രഹിച്ച് മേടിച്ച ആദ്യത്തെ വെസ്റ്റ്. അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് പ്ലേലിസ്റ്റിനെ പറ്റി ചോദിക്കുന്നവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞാൽ, അവിടെ ഒരു സപ്ലിമെൻറ്റിൻ്റെ മുകളിലാണ് വെച്ചത്, അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പ്ലേലിസ്റ്റുകളെ പറ്റി പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കങ്ങനെ സ്പെസിഫിക് ഒരു പ്ലേലിസ്റ്റ് ഇല്ല. ലെറ്റ്സ് സേ ഒരു ദിവസം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് റീൽസ് വല്ലതും കണ്ട് പെട്ടെന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് സോങ് കേട്ടു, എമിനം വന്ന് വിചാരിക്കുക. അപ്പോൾ അന്നത്തെ ഞാൻ ചെയ്യാൻ പോകുന്നു, ചെന്നിട്ട് ചുമ്മാ എമിനം എന്ന് സെർച്ച് ചെയ്യും. സൂപ്പർമാൻ അങ്ങനത്തെ പാട്ടൊക്കെ ഇല്ല, അതൊക്കെയാണ് കൂടുതലും കേട്ടോണ്ടിരുന്നത്. അപ്പം സൂപ്പർമാൻ പ്ലേ ചെയ്തിട്ട് ഷഫിൾ ഓണാക്കി ഇടും. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പാട്ട് അങ്ങ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഞാൻ പിന്നെ പാട്ടിനെ പറ്റി ബോധർ ചെയ്യാറില്ല. ഇഷ്ടമുള്ള ഒരു പാട്ട് പ്ലേ കഴിഞ്ഞാൽ അതിന് റിസൾട്ട്, ആ സെർച്ച് റിസൾട്ടിനെ ബേസ് ചെയ്തുള്ള അങ്ങ് ഷഫിളായി പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ലെറ്റ്സ് ഇനിയിപ്പോൾ എനിക്ക് മലയാളം ചോദിച്ചു, മറ്റേ ചില സമയത്ത് മറ്റേ കൊട്ടുപാടില്ല, ഒരു ഡ്രങ്ക് ആൻഡ് ടിപ്സി ഇൻ ഷാപ്പ് കള്ളൻ കറി ഓൺ ദ എന്ന് പറയാൻ ആ പാട്ടിടും. എന്നിട്ട് ഞാൻ ഷഫിൾ ഓണാക്കി ഇടും. ഇനി അല്ലെങ്കിൽ ചില സമയത്ത് മറ്റേ വടക്ക് വടക്ക്, അതൊക്കെയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. പിന്നെ ഉള്ളത് ഫുള്ള് തമിഴാണ്, വിജയ് ആൻ്റണിയുടെ ഹിറ്റ്സാണ് കൂടുതലും. പിന്നെ ചില സമയത്ത് സോളോ ലെവലിംഗ് ഒക്കെ കണ്ട് ഭ്രാന്ത് കയറിയിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ മറ്റേ അറിയാമല്ലോ, അവരുടെ മറ്റേ എറൈസ് എന്ന് പറയുന്ന മറ്റേ ഫോങ്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ആനിമേ ബേസുള്ള സാധനങ്ങളങ്ങ് പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇനിയൊരു ട്രാക്ക് എന്നൊന്നുമില്ല, ഏത് കേട്ട് ഇഷ്ടപ്പെടുന്നു അതങ്ങ് പ്ലേ ചെയ്യും, ഷഫിൾ ഓണാക്കി ഇടും, അതിനെ ബേസ് ചെയ്തുള്ള ഓട്ടോമാറ്റിക്കലി പ്ലേ ആകും. ഇനിയിപ്പോൾ എന്നാ ഏറെക്കുറെ 5:20 ഇപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടാക്കാം. അത് ഉറപ്പില്ല. ഷോപ്പിംഗ് കാർട്ടിനെ പറ്റിയും കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു. അതായത് എന്തെങ്കിലും ലൈക്ക് സജഷൻ ഉണ്ടോ എന്ന്, തുണികൾ മേടിക്കാൻ. ഞാനങ്ങനെ കാർട്ടായിട്ട് ഉണ്ടാക്കി ഇട്ടിട്ടില്ല. ഞാൻ കൂടുതലും നോക്കുന്നത്, ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കണം, സാധനങ്ങൾ മേടിക്കുമ്പോൾ അത്യാവശ്യം ഡിഫറെൻ്റ് ആയിരിക്കണം. ലൈക്ക് എന്തെങ്കിലും കാണാനൊരു രസമുണ്ടായി, നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിരിക്കണം. ഇപ്പം ഇതൊക്കെ ഞാൻ മേടിച്ച സമയത്ത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എനിക്കൊരു ജിം വെസ്റ്റ് വേണം, എല്ലാവരും ഇടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളറിയാമല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം, ഞാൻ സ്കൂളിൽ അങ്ങോട്ട് പഠിക്കും മേടിച്ചത്, അല്ലെങ്കിൽ കോളേജിൽ കയറിയ സമയത്ത് അന്നേരം അങ്ങോട്ട് മേടിച്ചത്. അപ്പോഴത്തെ നമ്മുടെ മനസ്സിൽ ഇത്രേ ഉള്ളൂ, അതായത് എല്ലാവരും മേടിക്കുന്നു, കുറേ പേര് ജിമ്മിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ, ഇപ്പോൾ ചിലർക്ക് ഇപ്പോഴും ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, എന്താ ജിം വെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അന്നൊന്നും എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല, കയ്യില്ലാത്ത ബനിയൻ എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യില്ലാത്ത ബനിയൻ ഒരെണ്ണം നോക്കിപ്പോയി. അന്നേരം 199 രൂപയുടെ മഹാത്ഭുതം അങ്ങനെ ഒരു ചെരുപ്പിൻ്റെ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ഒത്തിരി ഇങ്ങനെ സ്റ്റോറുകൾ വരുമായിരുന്നു, എന്നിട്ട് വിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അമ്മമാർ മൊത്തം പൂട്ടി കെട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അന്ന് അങ്ങനെ മേടിച്ചതാണിത്. പക്ഷേ ഇപ്പം സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ, ജിം ഷാർക്കിന്ന് ഞാൻ മേടിച്ചിരുന്നു. അത് ഞാനിവിടെ വന്ന സമയത്ത് മേടിച്ചത്, അതന്ന് ഓഫറിലെങ്ങാണ്ട് കിട്ടിയതും. അതുപോലെ ഞാൻ ഇടയ്ക്ക് മറ്റേ VQ ഫിറ്റ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു സാധനമുണ്ട്, വാങ്കിഷ് എന്ന് പറഞ്ഞ്, അവർ ഒരു വലിയ സെയിൽ ഇട്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ സാധനവും 1 പൗണ്ടാക്കി. ഇവിടുത്തെ 1 പൗണ്ട് നാട്ടിൽ 100 രൂപ, പക്ഷേ ഇവിടെ 1 പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് മാത്രമില്ല. ഒരു മണിക്കൂറിന് ഇവിടെ ഇപ്പോഴത്തെ എൻ്റെ പേ എന്ന് പറയുന്നത് 13.5 to 20 പൗണ്ട്സ് ആ റേഞ്ചിലാണ്. അത് ഓരോന്നിനെ ബേസ് ചെയ്ത്. അപ്പം ഒരു മണിക്കൂറിൽ 1 പൗണ്ട് ഒരു തുണി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ വിലയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ച് കൂട്ടിയതാണ് ജിം ഷാർക്കിൻ്റെ. അതും പിന്നെ ഇന്നേ വരെ മേടിച്ചില്ല, ഒന്നും മേടിച്ചിട്ടില്ല. അന്നത്തെ വെസ്റ്റുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ പറയാൻ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഗോൾഡൻ എറ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിങ് സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സെയിം രീതിയിൽ ഒന്നാമത്തെ കാര്യം, അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഒന്നാമത്തെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ശ്വാസം മുട്ടലുള്ളത് നിങ്ങൾക്കറിയാം. ആസ്മയുടെ ഇത് സ്ഥിരമില്ല, ഇടയ്ക്ക് വരും പോകും. ഇപ്പം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റേ വലിവിൻ്റെ സാധനം വരും, ചുമയ്ക്കാൻ വരും.
രണ്ടാമത്തെ കാര്യം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെങ്കിലും പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. അന്നേരം ഞാനിങ്ങനെ പറയാൻ വരുന്നതെല്ലാം വിട്ടുവിട്ട് പോകും. അത് ഞാൻ പെട്ടെന്ന് ശ്വാസം എടുക്കും, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ നോക്കും. ലൈക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളൊരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു ആവേശം കയറുമല്ലോ. അപ്പോൾ എൻ്റെ എന്തെങ്കിലും റഷായി കയറുകയാണ്. അതിൻ്റെ അടുത്ത് പ്രീ വർക്കൗട്ടും കൂടെ എടുത്തതുകൊണ്ട് ഇച്ചിരിയും കൂടി റഷാവും. അപ്പം പറഞ്ഞു വന്നത്, ഓൾഡ് സ്കൂൾ ടൈപ്പ് ക്ലോത്ത്സ് വിൽക്കുന്ന ഒരു സ്റ്റോറുണ്ട്. റെട്രോ മസിൽസ് എന്നാണ് അവരുടെ പേര്. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ. റെട്രോ മസിൽസിൻ്റെ ഡ്രസ്സുകളും അതുകൂടാതെ എക്സ്പ്ലോസീവ് ഫൈബേഴ്സിൻ്റെ ബാഗി ജോഗേഴ്സ് ഉണ്ട്. പക്ഷെ നല്ല വിലയാണ്. നാട്ടിലെ എമൗണ്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ സാധനത്തിനും ഏറ്റവും കുറഞ്ഞത് 2500 രൂപയുടെ റേഞ്ചിലേലും വരും. എന്നിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങൾക്കൊരു 4000, 5000 എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ. പക്ഷേ പക്ക അർണോൾഡൊക്കെ ഇട്ടുകൊണ്ടിരുന്ന കൂടെ ഒരു പഴയ മറ്റേ ചെറിയ ഷോർട്സുകളില്ല, ചെറിയ ഷോർട്സുകൾ വിത്ത് സ്ട്രൈപ്പ്, അതുപോലെ ഓൾഡ് സ്കൂളിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, കൈയൊക്കെ ഇത്രയും ഇങ്ങനെ ഫുള്ളിങ്ങനെ ഓവർ സൈസായി കിടക്കുന്ന ടീഷർട്ടുകൾ, പക്ഷേ ഈ കഴുത്ത് ഫുള്ളിങ്ങനെ ഇത്രയും ഇങ്ങനെ വെട്ടി തുറന്ന് കിടക്കുന്ന കൂട്ട് സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇത് ഇപ്പോഴത്തെ ചില ആൾക്കാർ ഇടുമ്പോഴത്തേക്കും പറയും ഗേ ആണെന്നുള്ള രീതിയിൽ പറയും. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ്. പണ്ടത് എല്ലാവരും ഇട്ടുകൊണ്ടിരുന്നൊരു സാധനമാണ്. ഓൾഡ് സ്കൂൾ ജിമ്മിൽ ഇട്ടുകൊണ്ടിരുന്ന സാധനമാണ്. ക്രോപ്ഡ് വെസ്റ്റ് ഉണ്ട്, ജിമ്മിലിടുന്ന വെസ്റ്റ്. എന്നുവെച്ചാൽ കൈയില്ല, ഇവിടം വരെ ക്രോപ്ഡ് ആയിരിക്കും. എന്നിട്ട് ഹെവി ലിഫ്റ്റേഴ്സ് ഇടുന്ന കൂടി സാധനമുണ്ട്. ഒരു രക്ഷയില്ല, അവൻ ഭയങ്കര അടിപൊളിയാണ്. അവരുടെ അത് ഡ്രസ്സിങ് ഒരു രക്ഷയില്ല. അപ്പം ഇൻ ഫ്യൂച്ചർ അത്യാവശ്യം ഫണ്ട് ആകുകയാണെങ്കിൽ അവരുടെ അവിടെ നിന്ന് അതുകൂട്ട് ഷോർട്സും മേടിക്കണം. അത്യാവശ്യം ഇങ്ങനത്തെ വെസ്റ്റ് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. പക്ഷെ മറ്റേ ആ കട്ടുള്ള അതുകൂട്ട് ടീഷർട്ടുകൾ, ഷോർട്സ് ഒരു രക്ഷയില്ല. അപ്പം എലക്ട്രോലൈറ്റ് എത്രയായിരുന്നു മറന്നും പോയല്ലോ. 2 സ്കൂപ്പ്. കുറച്ച് മുന്നേ നമ്മൾ ബ്ലൂബെറി കഴിച്ചു ഫ്ലേവർ. ഇപ്പം നമ്മൾ വാട്ടർമെലൻ കഴിക്കുന്നു. നീഡബ്ലേസിൻ്റെ ഫ്ലേവർ എന്നാന്നും കൂടെ നോക്കട്ടെ. ഇതെല്ലാം കൂടെ ഒരുമിച്ചടിച്ച് സീനാകാതിരുന്നാൽ മതിയായിരുന്നു. ഒരു മിനിറ്റ്, എത്ര ml ആയിരുന്നു വെള്ളം എടുക്കണ്ടേ? 1 ലിറ്റർ വെള്ളം വേണോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ബ്ലൂ റാസ്ബെറി ഫിസ്, അത് കഴിഞ്ഞ് ഇപ്പോൾ സ്ട്രോബെറി, ഇനി EWS എന്താണ്, ബ്ലഡ് ഓറഞ്ച്. നല്ല കോമ്പിനേഷൻ. ഒരു മരുന്നിൻ്റെ ചവ. പക്ക ഒരു സ്ട്രോബെറി വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇച്ചിരി മരുന്ന് ചവ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്ന് ചവയുണ്ട്. പക്ഷെ മറ്റേ അത്ര പുളിയില്ല. ഇത്രയും നേരം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തതേ. ഞാൻ എത്രത്തോളം സംസാരിച്ച് പോകുമ്പോൾ ടോപ്പിക്കിന് എത്രത്തോളം വഴുതി മാറുമെന്ന് അറിയണമെങ്കിൽ കുറച്ച് മുന്നേ ഞാനിവിടെ ഇരുന്നിട്ട് വ്ളോഗിങ് സെറ്റപ്പിനെ പറ്റി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഫിലിം ചെയ്യുന്നു എന്നാൽ ഞാൻ പറഞ്ഞു തുടങ്ങി. അവിടെ നിന്ന് ഞാൻ കാട് കയറി ഞാനിപ്പോൾ എന്തോരം കാര്യങ്ങൾ പറഞ്ഞത് എപ്പോഴാണ് എന്ന് ആലോചിക്കുന്നത്. ദൈവം, ഞാൻ ഇതല്ലല്ലോ പറയാൻ വന്നതെന്ന്. അപ്പം നമുക്കിനി പറയാൻ വന്ന ടോപ്പിക്ക് പറയാം. സോറി. ഞാൻ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഓസ്മോ പോക്കറ്റ് 3. ഇത് ഭയങ്കര സിമ്പിൾ ഡിവൈസാണ്. ഇങ്ങനെ കൈ കൊണ്ട് നടക്കാം. ഇതിലൊരു AI ട്രാക്കിംഗ് ഉണ്ട്, വേണം നമുക്ക് ഓഫാക്കിയിടാം. ഇപ്പം ഞാനത് ഓണാക്കിയിട്ടേക്കുക. അത് നമുക്ക്, ഞാൻ ഇതിൻ്റെ റൂൾ ഓഫ് തേർഡ്സി വരണമെങ്കിൽ എനിക്ക് റൂൾ ഓഫ് തേർഡ്സി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെൻട്രി വരുന്നുണ്ട്, കാരണം ടോക്കിംഗ് ഹെഡ് വ്ളോഗ് എന്ന് പറയുന്നത് സെൻട്രി വരുന്നവരായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്, ഞാനിപ്പം എന്ന് വെച്ചാൽ ഞാനായിട്ട് ക്യാമറ തിരിക്കുന്നില്ല, ഇതിങ്ങനെ പിടിച്ച് ഞാൻ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പം ഇത് നോക്കണം, ഇതുണ്ടോ, ഓട്ടോമാറ്റിക്കലി ഞാൻ സെൻട്രലാകും. അപ്പോൾ AI ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പം എനിക്ക് ഏറ്റവും ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഓസ്മോ പോക്കറ്റ് 3 ആണ്. സ്റ്റേബിൾ ഷോട്ട്സ് ആണെങ്കിൽ ഓക്കെ, മറ്റ് ക്യാമറകൾ ഞാൻ പ്രിഫർ ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ ജിമ്മിലാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പോയി വെയിറ്റ് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി വെയിറ്റ് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് വന്നു, വെയിറ്റ് എടുത്തിട്ടു, സാധനം എടുത്ത് ഇങ്ങനെ കിടന്നു. അപ്പം ഫേസ് പോകുമ്പോൾ മാത്രം ചിലപ്പോൾ ചില സമയത്ത് സംഭവിച്ചിട്ട് പണി പാടാൻ സാധ്യതയുണ്ട്. ലൈക്ക് വേറെ അങ്ങോട്ടേലും നോക്കിയിരിക്കും, ചിലപ്പോൾ ആകാശത്തോ താഴെയൊക്കെ തലയിലൊക്കെ നോക്കിയിരിക്കും. പക്ഷേ സ്റ്റിൽ
സ്റ്റാറ്റിക് ഷോട്ട് ആണെങ്കിൽ പോലും നമുക്ക് ഫോണിൽ നോക്കി കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളെന്താ ഷൂട്ട് ചെയ്യുന്നതെന്ന്. ഇനി സെക്കൻഡ് ഞാൻ റൺ ആൻഡ് ഗൺ ഓൺ ദ ഗോ, അതായത് ജോലിക്കൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ഓസ്മോ പോക്കറ്റ് 3 വെച്ചാണ്. ഓസ്മോ പോക്കറ്റ് 3 ആണ് ഇതാണ് ഇങ്ങനെ ബ്ലാക്ക് മാജിക് ക്യാമറ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറാസ് യൂസ് ചെയ്യുന്നവർക്ക് ISO, ഷട്ടർ സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് ഇതിൽ സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ISO അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എല്ലാത്തിലും ഞാൻ ലോഗിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓസ്മോ പോക്കറ്റ് 3 ഡി ലോഗ്, ഇതിലാണെങ്കിൽ ആപ്പിൾ ലോഗ്. പിന്നെ എൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ A7 III. ഇതിനകത്ത് ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് S-Log 2 S-Log 2 ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നു. S-Log 3 ഉണ്ടെങ്കിലും ഇതിൻ്റെ കപ്പാസിറ്റി വെച്ച് അത്രയും പുഷ് ചെയ്താൽ അത്രയും കിട്ടാറില്ല എന്നാണ് കോമണായിട്ട് പറയപ്പെടുന്നത്. അപ്പം എനിക്കും യൂസ് ചെയ്തതിൽ എനിക്കും ബെറ്റർ ഫീൽ തോന്നിയിട്ടുള്ള S-Log 2 തന്നെയാണ്. വർക്ക് ഫ്ലോ എനിക്ക് എളുപ്പമായിരുന്നു. സോ ഇതിൽ ഞാൻ S-Log 2 ഷൂട്ട് ചെയ്യുന്നു, ഇതിൽ ഞാൻ ഡി ലോഗ് ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഡി ലോഗിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് വെച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഞാൻ പിന്നീട് വേറെ ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത്, ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറേ സംസാരിച്ച് ഈ വീഡിയോസ് ഇപ്പോൾ തന്നെ വലുതായിരിക്കണം, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പം 5:30. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് EWS അവിടെ കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ EWS ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ജിം ബാഗ് എടുക്കുന്നു, നമ്മൾ ജിമ്മിലോട്ട് ഇറങ്ങുന്നു. അപ്പോൾ മേളിൽ നമ്മുടെ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴെ എത്തിയേക്കുന്നത്. പക്ഷേ വെയ്റ്റ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഞാൻ ഈ വെയിറ്റ് ഇട്ടിട്ട് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുമല്ലായിരുന്നു. ഞാൻ ഇനീഷ്യലി ലെറ്റ്സ് ഇപ്പോൾ 120 ഇട്ടേക്കുന്നത്. ആദ്യം 225 ഇട്ടു. അപ്പം 25, 50 ഇട്ടിട്ട് ഒരു വാമപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് 100 ആക്കി ഒരു വാമപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ 120 ഇട്ട് റെഡി ആയിരിക്കുന്നത്. ഇനിയാണ് ഈ സെറ്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ആർക്ക് പ്രസ്സും. ഇതിനോട് സൂപ്പർ സെറ്റാണ് ആർക്ക് പ്രസ് ചെയ്യുന്നത്. അത് ഞാൻ വാമപ്പ് ചെയ്ത് ഷോൾഡർ സെറ്റായി, അതായത് ആ വെയിറ്റ് എടുക്കാൻ റെഡിയായെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി 3 സെറ്റ് 12, 10, 8 ഇത് ചെയ്യുന്നു. ഇത് ചെയ്ത് തീർന്ന ഉടനെ ആ വെയിറ്റ് എടുക്കുന്നു, എന്നിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. ഇപ്പോഴാണ് ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി ഒരു 1 മിനിറ്റ് ബ്രേക്ക് ഇടും. 1 മിനിറ്റ് ബ്രേക്ക് ഇട്ടിട്ട് വെയ്റ്റ്സ് 3 സെറ്റ് പോകുന്നതിൽ രണ്ടാമത്തെ സെറ്റ് സെയിം വെയിറ്റ് തന്നെ പോകുന്നു. പക്ഷേ ലാസ്റ്റ് സെറ്റ് പോകുമ്പോൾ മാത്രം 130 കിലോ ആക്കും, ഇത് 20 കിലോ ആക്കും. കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ ഞാൻ ബുക്കിൽ സെയിം എന്ന് എഴുതി വെച്ചിരുന്നു. അത് അതിന് മുകളിൽ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ സ്പീഡ് തീർക്കാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡംബൽ ഷ്രക്സ് ഉണ്ട്. ഞാൻ ഇതാണ് നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ ഞാൻ മുകളിൽ ലോക്കേബിൾ റോ ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ മെഷീൻ മുകളിലായിരുന്നുകൊണ്ട് ഇവിടെ 30 സെക്കൻഡ്സ് അറൗണ്ട് ടൈമർ വെച്ചിട്ട് 3 സെറ്റ് ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ്. പിന്നെ ഞാൻ മിക്കതും തിരിഞ്ഞു നിന്നുള്ള ഷോട്ട്സ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഇപ്പുറത്തും എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആൾക്കാരുണ്ട്. അപ്പം മാക്സിമം വീഡിയോ എടുക്കുമ്പം ആൾക്കാർ ഉള്ളിൽ പെടാതെ, അതേ പ്രൈവസി എന്ന ഇഷ്യൂ ഉണ്ട് ഇവിടെ എല്ലാ ജിമ്മിലും. അപ്പോൾ അകത്തൊത്തിരി ആൾക്കാർ പെടാതെ നമുക്ക് വീഡിയോ എടുക്കാം.
അതല്ലാത്ത കേസിലാണെങ്കിൽ അവരൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അതുകൊണ്ടാണ് മാക്സിമം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇത് ഡംബൽ റോ ചെയ്യുമ്പോഴത്തെ ഗോൾഡൻ ടിപ്പ് ലൈക്ക് ചിലർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ മേശ ഇട്ടേക്കുന്നത് 30 ഡിഗ്രിയിലാണ്. അത് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഡംബൽ എടുക്കുന്ന റാക്ക് ഉണ്ടല്ലോ, സാധാരണ അവിടെ പോയി പിടിച്ചല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ പോയി പിടിച്ച് ചെയ്താൽ അപ്പോൾ ആ വെയിറ്റ് എടുക്കാൻ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ആ സെയിം ഹൈറ്റിൽ 30 ഡിഗ്രി ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ബാക്ക് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളൊരു സ്പ്രിൻറ്റ് ഓട്ടത്തിനൊക്കെ നമ്മൾ നിൽക്കത്തില്ലേ തറയിലിങ്ങനെ, അപ്പോൾ ആ ഒരു പൊസിഷനിലിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് പൊസിഷൻ നിൽക്കത്തില്ലേ, ആ ഒരു പൊസിഷനിൽ അപ്പോൾ ആ ഒരു പൊസിഷനിൽ കാല് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൈ പിടിച്ചേക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റോയിൽ നിന്ന് തുഴയിൽ മാത്രമേ ചെയ്യാവുള്ളൂ, വേറെ മൂവ്മെൻ്റ് ഒന്നും ചെയ്യരുത്. ഇങ്ങനെ നിൽക്കുക, വെയിറ്റ് എടുക്കുക. ഈ ബോഡി വെച്ചേക്കുന്നിടത്തുനിന്ന് മാക്സിമം അനങ്ങരുത്. ഐ മീൻ ഇച്ചിരി മൂവ്മെൻ്റ് ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷേ ഇത് ഇവിടുന്ന് റോ 1 2 3 4 5 6 ഈ ഗ്രിപ്പ് ഓരോ ആൾക്കാർക്കും സബ്ജക്റ്റീവ് ആയിരിക്കും. എനിക്ക് ബാക്കി കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്രിപ്പ് പിടിച്ച് വലിക്കുന്നതിനെക്കാട്ടിലും ലൈക്ക് ഇതിവിടെ സ്റ്റേബിളാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഒറ്റ പൊസിഷനിൽ നിന്ന് വലിക്കുകയാണ്. നമ്മുടെ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റണം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലോസ് കൊണ്ടുവരാൻ പറ്റണം. അപ്പം ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ സ്പെസിഫിക്കലി കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സ് ഇനീഷ്യലി ചെയ്തുകൊണ്ടിരുന്നത് ഈ റോ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചാണ്. 2 സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരിടത്തത് ഫിക്സ്ഡ് അല്ല, നമുക്കത് മാക്സിമം പുറകോട്ട് വലിക്കാൻ പറ്റും. അതുപോലെ ഇത് എനിക്കിത് ഫുൾ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാനിത് ഫുൾ സ്റ്റാക്ക് ഇപ്പോൾ ചെയ്തില്ല. കാരണം എനിക്ക് സൂപ്പർ സെറ്റ് പോലെ ചെയ്യാനുള്ളതുകൊണ്ട് ഫുൾ സ്റ്റാക്ക് ഇട്ട് അത്രയും വെച്ചാൽ നമ്മൾ ഇത്രയും വർക്കൗട്ടുകൾ സൂപ്പർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്ര സ്ട്രെങ്ത് കിട്ടത്തില്ല. സോ ഇത് ഇവിടുന്ന് മാക്സിമം സ്ട്രെച്ച് 1 2 3 13.5 18 20.3. ഈ വർക്കൗട്ടും നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ പിടിച്ചാൽ നിങ്ങളിങ്ങനെ മുന്നോട്ട് ആഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, പക്ഷെ അത് തന്നെ ഞാൻ ഇങ്ങനെയാണ് ഇതാദ്യം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ നേരെ നിൽക്കും, എന്നിട്ട് ബാക്ക് ആക്ടിവേറ്റ് ആക്കും, എന്നിട്ട് ഇവിടുന്ന് പിന്നെ ബോഡി അനക്കത്തില്ല, പറ്റുവാണെങ്കിൽ മേളിലോട്ട് നോക്കി നിൽക്കുക. അപ്പോൾ സ്ട്രെച്ച് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടും. എന്നിട്ട് ഇങ്ങനെ താഴോട്ട് വരുന്തോറും നമ്മൾ ബാക്ക് ടൈറ്റ് ആക്കുകയാണ്. നമ്മൾ മറ്റേ ഇങ്ങനെ പിടിച്ചിങ്ങനെ ബാക്ക് ടൈറ്റ് ആക്കത്തില്ലേ, അതുപോലെ തന്നെ ബാക്ക് ടൈറ്റ് ആക്കുവാണ് ഓരോ തവണ. അപ്പം ഇടയ്ക്ക് വെച്ച് ഫോണിലെ കണക്ടിവിറ്റി സ്റ്റോപ്പായി. അപ്പോൾ ഞാൻ ഓർത്തു എന്തോ പറ്റിയെന്ന് ഓർത്തു. അതുപോലെ ചിലപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നും ഇവൻ കാലിന് ട്രെയിൻ ചെയ്യാറില്ല, ആദ്യമായിട്ട് കാണുന്നവർക്കായി തോന്നുന്നുണ്ടാകും. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം. പക്ഷേ നമ്മുടെ കാഫാണ് നമ്മൾ ചതിക്കുന്നത്. നീളം കൂടുതലാണ്, നമ്മൾ ട്രെയിൻ ചെയ്യാഞ്ഞിട്ടില്ല. അപ്പം ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതുകൊണ്ടല്ലോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ദൂരത്തെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് സൂം ചെയ്യട്ടെ.
പൊടിക്ക് തന്നെ ഒന്ന് ഓക്കെ ചേട്ടാ അത് തെറ്റിപ്പോയി ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നോക്കിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചാരിയിരുന്ന് ഇങ്ങനെ ചെയ്യാതെ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഫുള്ളായിട്ട് എൻ്റെ റിയർ ഡെൽറ്റിന് ആക്ടിവേറ്റ് ആകുന്നില്ല. പകരം ഈ ഷോൾഡറിൽ കൂടെ ടക്ക് ടക്ക് ടക്കുന്നൊരു ഒച്ചയൊക്കെ കേട്ട് അങ്ങനെ വെറുതെ ചെയ്തു പോകുന്നേ ഉള്ളൂ. സോ ഞാനെന്ത് ചെയ്യുന്നു, ഇതെന്താ ഇത് ഇങ്ങനെ കിടക്കട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ടൈറ്റാക്കും. മെൻസ് ഫിസിക്കിൻ്റെ പോസ് കണ്ടില്ല, മറ്റേ അവന്മാരായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സാധനമില്ലേ, അത് തന്നെ ഞാൻ ഷോൾഡർ ടൈറ്റാക്കും. എൻ്റെ റിയർ ഡെൽറ്റ് ഇങ്ങനെ ആക്ടിവേറ്റ് ആകും. ഇതുണ്ട്. പിന്നെ ഞാൻ പുറകോട്ട് തിരിച്ചാൽ റിയർ ഡെൽറ്റ് നല്ലപോലെ ടൈറ്റ് ആകും. അപ്പം ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ചെസ്റ്റ് മാക്സിമം ഇവത്തെ കൊണ്ട് ചേർത്ത് വെക്കും. എന്നിട്ട് ഇരിക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ എണീക്കും, കാലങ്ങ് പുറകോട്ടങ്ങ് നീട്ടി വെക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ എൻ്റെ ഈ ഒരു ബാക്കി മാത്രം ആക്ടിവേറ്റ് ആകും. എനിക്ക് മൊമെൻറ്റം യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ബോഡി വെച്ച് എനിക്ക് തള്ളാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് കൈ പിടിച്ചേക്കുന്ന ഇവിടെ ഞാൻ മാക്സിമം മുന്നോട്ട് പുഷ് ചെയ്യും. ഇത് കൂടുതൽ മുന്നോട്ട് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് അത്രയും പുഷ് ചെയ്തിട്ട് ഇത്രയും ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടം വരെ കൊണ്ടുവരുള്ളൂ. കാരണം ഇതിനപ്പുറത്തോട്ട് എനിക്ക് പിന്നെ റിയർ ഡെൽറ്റ് ഇല്ല, കൈ ഇപ്പോൾ പൊക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എക്സ്പ്ലനേഷൻ അത്രയേ ഉള്ളൂ. ഇനി വെയിറ്റ് ചെയ്തത് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഇനി വെയിറ്റ് ഇടട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 66, 67, 73 സെയിം തന്നെ ചെയ്യാം. 66, 66, 73. ഇനി സമയം കളയില്ല, പട്ടപ്പട്ടേന്ന് ചെയ്യണം, കുറേ ഉണ്ട്. 66. ഓക്കെ, ഇരുന്നു, ടൈറ്റാക്കി, ചെസ്റ്റ് വെച്ചു, എണീറ്റു, പുറകോട്ട് കാല് വെച്ചു, കൈ പിടിച്ചു. ഓഹോ ചതി. കൈ പിടിച്ചു, മുന്നോട്ട് തള്ളി, കയ്യിൽ നിന്ന് ഡെൽറ്റി കൊണ്ടുവന്നു. 1 2 3 4 5 6 7 8 9 10 11 12. നമ്മൾ അപ്പുറത്ത് യൂസ് ചെയ്ത ഏറെക്കുറെ സെയിം ടെക്നിക്കാണ് നമ്മൾ ഡംബൽ സൈഡ് റൈസിന് ചെയ്യാൻ പോകുന്നത്. ഇത് മറ്റേ മെൻസ് ഫിസിക്കിനെ പിടിക്കുന്ന ഒരു പോസ് ചെയ്ത് നമ്മൾ ടൈറ്റ് ആക്കുന്നു. ഈ ടൈറ്റ് ആക്കുന്നിടത്തും നമ്മൾ വെയിറ്റ് പൊക്കുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് തിന്നണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് പൊക്കുമ്പം പേഴ്സണലി എനിക്ക് ഇവിടം കൂടാതെ എനിക്ക് ഇവിടെ ആക്ടിവേറ്റ് ആകും. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം ഇതുണ്ടോ, എനിക്ക് ആ ഒരു ഈ ഹെഡ് മാത്രമാണ് ഹിറ്റാകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ഓരോരുത്തർ ചെയ്യുന്ന കാര്യമാണ്. ഇതെനിക്ക് വർക്ക് ചെയ്യുന്നു, ഞാനതുകൊണ്ട് ചെയ്യുന്നു. ഒത്തിരി വെയിറ്റിൻ്റെ ആവശ്യമില്ല, ചെയ്യേണ്ട പോലെ ചെയ്താൽ ചെറിയ വെയിറ്റ് ധാരാളമാണ്. അപ്പോൾ അപ്പോൾ ഈ ഒരു വർക്കൗട്ടിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെസ്റ്റ് കൂടുതൽ ആക്ടിവേറ്റ് ആകാഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഷ്രക്സ് ചെയ്യുമ്പം ഡംബൽ പ്രസ് അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്കാപ്പുലർ റിട്രാക്ട് ചെയ്യാൻ നോക്കിയിരുന്നത്. ഐ മീൻ ചിലർക്ക് അങ്ങനെ വർക്ക് ചെയ്യും, അതായത് നടുമടക്കിയുള്ള സ്കാപ്പുലർ റിട്രാക്ഷൻ. പക്ഷേ എനിക്കത് വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും ഷോൾഡർ കയറി ആക്ടിവേറ്റ് ആകുമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ കുറേ പേര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറകോട്ട് സ്കാപ്പുലർ റിട്രാക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ സ്കാപ്പുലർ റിട്രാക്ട് ചെയ്യാം, നേരെ ബാക്കിലോട്ട്. ഐ മീൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ വെച്ച് കിടക്കുക, അതായത് നേരെ ഇങ്ങനെ പുറകോട്ട് കിടക്കുന്നതിന് പകരം സൈഡിൽ നിന്ന്. എന്നിട്ട് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ടൈറ്റ് ആക്കുന്നത്. സോ 30 ഡിഗ്രിയിൽ അത് 12 എണ്ണം കഴിയുമ്പോഴേ സൂപ്പർ സെറ്റ് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി ഇടും. എന്നിട്ട് ഡംബൽ പുൾ ഓവർ.
ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. നിങ്ങൾ തന്നെ എന്നിട്ട് മുട്ട് നോക്കിയാൽ മതി, ഫുള്ള് കാല് വെക്കണ്ട. അവനിനി പോട്ടെ, അവനാ മൂലയ്ക്ക് ഇരിപ്പുണ്ടെന്നേ. ഇത് ഓൺ തന്നെയല്ലേ? ചെക്ക് ചെക്ക് ഓണാ. അപ്പോൾ എനിക്ക് കേബിൾ ക്രോസ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ അത് ഫുൾ എക്വിപ്ഡാണ്. അപ്പുറത്തേക്ക് പോകാല്ലേ? പൊക്കോ പൊക്കോ പൊക്കോ. റെക്കോർഡിങ് പക്ഷെ കുഴപ്പമില്ല. അത് വേണ്ട, അവിടെ ആളുണ്ട്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പിടിച്ചോ, കാല് പൊങ്ങിയാൽ മതി. എന്നിട്ട് ആടാതെ നിൽക്കുക. മേളിലും ടൈറ്റ് ആക്കുക, അപ്പുറം പോയി ടൈറ്റാക്കി നിർത്തുക. എന്നുവെച്ചാൽ പുള്ളപ്പ് ചെയ്യാൻ പറഞ്ഞില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞു കയറിക്കുക. നിങ്ങൾ നാണം കെടുത്തല്ലേ വ്യൂവേഴ്സിനെ. 2 പോട്ടെ, 12 എണ്ണം. 9 10 മതി, 12 ഇനി ആണെങ്കിൽ പെട്ടെന്ന് തറയിൽ കിടക്കുക. എവിടെയെങ്കിലും കാല് ചവിട്ടി വെക്കാൻ പറ്റുന്നൊരു സ്ഥലം. മാക്സിമം വെള്ളപ്പിത്തി ചവിട്ടണ്ട, അവർ കണ്ടു കഴിഞ്ഞാൽ പെയിൻറ്റ് അടിപ്പിച്ചിട്ടേ വിടുള്ളൂ. പെട്ടെന്ന് എല്ലാം ചടപടേന്ന് ആയിരിക്കണം. ക്രഞ്ചസിന് കിടക്കുന്നവരെ കിടക്കുക. എന്നാൽ അങ്ങനെ ഇങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഹാഫ് ക്രഞ്ച് ചെയ്യുക, ഫുള്ള് ചെയ്യരുത്. ജസ്റ്റ് നടുവ് പൊക്കുക. സമയം കളയരുത്, ഒത്തിരി സമയം കളയരുത്. പെട്ടെന്ന് വേണം, പെട്ടെന്ന് വേണം. ഹാഫ് ക്രഞ്ചാണേ, ഫുള്ള് പൊങ്ങണ്ട. തല പൊക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കിയാൽ മാത്രം മതി. അരയൊന്ന് പൊക്കിക്കേ, അത് പൊക്കുന്ന അത് തന്നെ. 2 3 4 12 5 6 7 8 9 10 11 മതി. എണീറ്റ് വാ. 12. ഇനി എണീറ്റേ നമ്മളത് ക്രഞ്ചസ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അല്ല, ഇത് സിംഗിൾ ഹാൻഡ് ഇങ്ങനെ പിടിക്കേ, ഇരിക്കേ. എന്നിട്ട് ഇത് ഒറ്റ കൈക്ക് പിടിച്ചേ. വലിച്ച് തലയുടെ ഇവിടെ കൊണ്ടുപിടി, ഇവിടെ കൊണ്ടുവന്ന് പിടി. ചിങ്ങടെ ബെൻഡ് ചെയ്ത് നിൽക്കണം, ബെൻഡ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇനിയേ ഈ കൈ ഇവിടെ ഇങ്ങനെ അരയെ പിടിച്ചോ. ഇനി ഇവിടെ മാത്രം ക്രഞ്ചാകുന്ന രീതിയിൽ ഇങ്ങനെ ക്രഞ്ച് ചെയ്തതാ, ഇങ്ങനെ ക്രഞ്ച് ചെയ്യ്. അതേ, വെള്ളം കോരുന്ന പോലെ കോരാനല്ല പറഞ്ഞത്, ക്രഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഈ വെയിറ്റ് കൈ ഇരിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ കൈ കൊണ്ട് വലിക്കണ്ട. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യുന്നത്? ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വയറല്ല ചെയ്യുന്നത്, അല്ലാണ്ട് കൈ ഇങ്ങനെ ആക്കുകയല്ലല്ലോ. അതിവിടെ ചെയ്യും. ഒരു കാര്യം ചെയ്തേ, തല വെച്ചേ. നിങ്ങൾ അവിടുന്ന് മാറ്, നിങ്ങൾ എൻ്റെ വ്യൂ മറയ്ക്കുന്ന അവിടെ. ഈ മുട്ടേ, ആ കാൽമുട്ട ഒന്ന് കൊണ്ടുവന്നേ. ആ പുറകുവശം ഇങ്ങനെ നൂർന്ന് തന്നെ. ഇത് തലയിൽ തന്നെ നിൽക്കണം, തലയുടെ പുറകെ തന്നെ നിൽക്കണം. പോട്ടെ, ക്രഞ്ചി പോട്ടെ. 12 എണ്ണം. 4 വയറിൽ തന്നെ കിട്ടുന്നുണ്ടോ? അത് തന്നെ, പോട്ടെ. എല്ലാം കൈവിട്ട കളികളാണ്. വേണ്ട ഒരു സാമ്പിൾ ചുമ്മാ കണ്ടു. അതായത് ഗ്രിപ്പ് ഏത് വേണം പിടിച്ചോ, അപ്പർ ബോഡി പിന്നെ ആടരുത്. ഓക്കെ, പിന്നെ ആടുന്നില്ല. എന്നിട്ട് മുട്ട് മാത്രം 1 2 3 4 5 6 7 8 9 10 11 12. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എൻ്റെ ക്യാമറയെ മറയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും പൊസിഷനിൽ വന്ന് കിടക്കുക. എന്നിട്ട് മാക്സിമം നമുക്ക് ഹാഫ് ഇങ്ങനെ ക്രഞ്ച് ചെയ്യുവാണ്. 3 അങ്ങനെ 12 എണ്ണം കഴിയുമ്പോഴേ ഓട്ടി വന്ന് വെയിറ്റ് എടുക്കുക. തലയുടെ ബാക്കിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടോ, ഇവിടുന്ന് അത്യാവശ്യം പാരലെന്ന് ബോഡി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കരുത്, ഇങ്ങനെ വന്നിരുന്നാൽ കിട്ടത്തില്ല. എന്നിട്ട് മറ്റേത് ഇങ്ങനെ സപ്പോർട്ട് ഇവിടെ കൊടുത്തേക്കുക. എന്നിട്ട് ഇവിടെ ടൈറ്റ് ആക്കിയിട്ട്
നിങ്ങളപ്പുറം സൈഡ് ചെയ്തില്ലായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. വരൂ, നമുക്ക് സിനിമാറ്റിക് ഷോട്ടുകൾ എടുക്കാം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. നന്ദിയുണ്ടേ. സോ ഫൈനലി നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നേരത്തെ ഇത്തിരി വെട്ടം കണ്ടപ്പം ജാക്കറ്റൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല നല്ല മഴയുണ്ട്. പിന്നെ ഇപ്പം സമയം 9 മണിയായി. അപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ അറൗണ്ട് 5:30-5:45 ടൈമിലാണ് ഇവിടെ ചെന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 മണിക്കൂർ എനിക്ക് വർക്കൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 മീൽ കഴിക്കാനുണ്ട്. അതിലൊരെണ്ണം ഞാൻ കുറച്ച് ലിവർ കഴിക്കും. പിന്നെ ഫൈനൽ മീൽ ഞാൻ മിക്കവാറും ഇന്ന് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഡെയിലി ചെയ്യുന്ന മിനി വ്ളോഗ് എഡിറ്റ് ചെയ്ത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ പമ്പ് നോക്കാം. ഓക്കെ, ജിമ്മിലെ ലൈറ്റിംഗ് ഒന്നുമില്ല, ബട്ട് വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഫേസ് ട്രാക്കിങ്ങിൽ എനിക്ക് തോന്നിയപ്പോൾ ഈ ഒരു ആംഗിളിലാണെങ്കിൽ ചിലപ്പോൾ ഓടി ചെയ്യുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ വെച്ച് ഞാൻ താഴെ പോകും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. സോ നമുക്കിനി അപ്പോൾ നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കരൾ വെക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ബ്രസ്റ്റ് വെച്ചതിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത് മീലായിട്ട് കാണിക്കുന്നില്ല. കാണിക്കണം, മിനി വ്ളോഗിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി സപ്ലിമെൻ്റ് ആയിട്ട് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്, തിരിച്ച് വന്നപ്പോഴേ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിലോട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ക്രിയാറ്റിൻ. നമുക്ക് ക്രിയാറ്റിൻ ഒരു സ്കൂപ്പ് എടുക്കണം, ഗ്ലൂട്ടമിൻ ഒരു സ്കൂപ്പ് എടുക്കണം. സൗണ്ട് ഇവിടെ വെച്ചാലും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ക്രിയാറ്റിനും ഗ്ലൂട്ടമിനും പച്ചവെള്ളം. ഇനി നേരത്തെ പറഞ്ഞ പോലെ കരൾ 1 കിലോ മേടിച്ചിരുന്നു. എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ കരളിന് വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 4 പൗണ്ടായിരുന്നു തോന്നുന്നു. സോ നമ്മൾ 1 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ 1/4 ഓഫ് എ പോർഷൻ കട്ട് ചെയ്തെടുക്കും. ഇതും അങ്ങനെ പറയാൻ മാത്രം റെസിപ്പിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് മുറിച്ച് കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ സാധായിട്ട് എയർ ഫ്രയറിലോട്ട് ഇടുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഒരു പീസായിരിക്കും നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട്, നമ്മുടെ കരൾ. ബാക്കി കരൾ ഉള്ളിലോട്ട് പോകട്ടെ. കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇത് മേടിച്ച് നാട്ടിൽ വെക്കുന്നവരെ നല്ല പെപ്പറൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്യണവനെ. ഐ മീൻ ഇപ്പോഴാണെങ്കിലും ഈ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഉണ്ടാക്കാനുള്ള സമയത്തിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പം കരുതായിരുന്നു, മറന്നുപോയി. ഓക്കെ, സോ എനിവേ, ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ അധികം ലെങ്തി ആക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ഈ ലിവർ
ഓവനി ബേക്ക് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ എനിക്ക് എയർ ഫ്രയർ ഓവൻ ഓൾറെഡി ബിസിയാണ്. അതുകൊണ്ട് ഞാൻ പാനിൽ ചുമ്മാ ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ, നേരത്തെ പറഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് അകത്തിരിപ്പുണ്ട്, ആ ചിക്കൻ ബ്രസ്റ്റും കഴിച്ചിട്ട് എൻ്റെ ഡേ ഇന്ന് ഫിനിഷ് ആവുകയാണ്. അതുപോലെ ഇപ്പോൾ സമയം 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:15. എനിക്കിനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മീലും കൂടെ കഴിക്കാനുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യണം. ഇന്ന് തന്നെ ഇതെല്ലാം പോസ്റ്റ് ചെയ്യണം. അപ്പോൾ 11 മണിക്ക് മുന്നേ കിടക്കാൻ നോക്കണം. മാക്സിമം 11:30 മാക്സിമം. എനിക്ക് നാളെ രാവിലെ 6:30 ആകുമ്പോൾ എണീറ്റ് ജോലിക്ക് പോകാനുള്ളതാണ്. സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.